ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാശ് ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് 10 പേര് നമ്മുടെ ഫേസ് ഒന്ന് പരിചയമുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് വിവരക്കേട് പറഞ്ഞാലും കാണാനും കേൾക്കാനും അതുപോലെ ചെയ്യാനും കൂടെ 10 പേരുണ്ടെന്ന് വിചാരിച്ച് കാശുണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. പറയാതിരിക്കാൻ വയ്യ, എനിക്ക് കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. പാർവതി കൃഷ്ണ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ, അവർ യൂട്യൂബ് കുറേ കാലമായി, യൂട്യൂബ് തുടങ്ങിയ കാലത്തൊട്ട് ഞാൻ അവരുടെ വീഡിയോസ് കാണുന്നതാണ്. അവർ വിവാഹം കഴിച്ചിട്ട് അവർ വരുന്നതും പിന്നെ അവർ വീട്ടിൽ തിരിച്ചു പോകുന്നതും പ്രഗ്നൻ്റ് ആവുന്നതും കുട്ടീനെ പ്രസവിച്ചതും പിന്നെ വണ്ണം കൂടിയതും ഇതെല്ലാം നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്ന ഒരാളാണ്. പിന്നെ അതിനുശേഷം അവർ ആങ്കറായി, അതിനുശേഷം പിന്നീട് അവർക്ക് പിന്നെ 2-3 മൂവീസിലൊക്കെ അവസരം കിട്ടി അവർ ആ മൂവിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫേസ് എല്ലാവർക്കും ഫെമിലിയർ ആണ്. അപ്പോൾ അവർ കുറച്ച് നാൾ മുമ്പ്, അതിന് മുമ്പ് തന്നെ അവരുടെ വെയിറ്റ് ലോസ് ജേർണിയെ കുറിച്ച് അവർ പറയുന്നുണ്ടായിരുന്നു. ഒരു 85 കിലോ വെയിറ്റിനടുത്ത് അവർക്ക് പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ, അവർ ഡെലിവറി കഴിഞ്ഞപ്പോൾ അവർക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ വെയിറ്റ് ലോസ് ചെയ്തെന്നും അവർ വെയിറ്റ് അവർ കുറച്ച് അവർ പിന്നെ ഇത്രയും 60 കിലോയ്ക്ക് അടുത്ത് 59-60 കിലോയ്ക്ക് അടുത്ത് കൊണ്ടുവന്നെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പേ അവർ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ആ കോഴ്സിൻ്റെ പേരാണ് ഭയങ്കര തമാശ. കാരണം ഇന്ത്യയിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു കോഴ്സ് ആധികാരികമായിട്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ, ആധികാരികമായിട്ട് ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഇങ്ങനെ ഒരു ഫേസ് യോഗ നടത്തുന്നുണ്ട്. നമ്മുടെ പിന്നെ എന്താ പറയുക, ആയുഷിന്റെ അണ്ടറിൽ യോഗ കോഴ്സുകളുണ്ട്. അല്ലാതെ ഈ ഒരു ഫേസ് യോഗ എന്ന് പറയുന്ന കോഴ്സ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നടത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കോഴ്സ്, ഫേസ് യോഗ എന്നൊരു കോഴ്സ് ഒരു സർവകലാശാലയുടെ കീഴിലും അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇല്ല. അപ്പോൾ ഇവർ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു കോഴ്സ്, ഇവർ സാധാരണ നമ്മൾ യൂട്യൂബിൽ വന്ന് ഒരുപാട് ആൾക്കാർ എക്സർസൈസുകളെ കുറിച്ച് പറയാറുണ്ട്, അവരുടെ വെയിറ്റ് ലോസ് ജേർണീസ് പറയാറുണ്ട്. അതൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന അവരുടെ കാര്യങ്ങളാണ്. അവരൊക്കെ എങ്ങനെയാണ് കുറച്ചെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് ഒഫീഷ്യലി അവരൊരു ക്ലാസ് പോലെ തുടങ്ങി, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അതിലൊരു 2000 റുപ്പീസ് സംതിങ് ആണ് അതിൻ്റെ ഓരോ മാസത്തെയും ഫീസ്. അങ്ങനെ ഫീസ് ഒരു മാസത്തെയാണോ ഒരു കോഴ്സിൻ്റെ കംപ്ലീറ്റ് ആണോ എന്ന് എനിക്ക് അത് ഞാൻ അത്ര അവെയർ അല്ല. അപ്പോൾ എന്ത് തന്നെയാലും 2100 രൂപ എന്ന് മാത്രമൊക്കെയാണ് അവർ ഇൻസ്റ്റയിൽ ഇട്ടേക്കുന്നത്. 10,000+ സ്റ്റുഡൻസ് അവർക്ക് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ എത്ര രൂപയായിരിക്കും? അതിൻ്റെ 2 കോടി രൂപയ്ക്കകത്തായി. അപ്പോൾ അങ്ങനെ ക്ലാസ്, ഒഫീഷ്യലായിട്ടൊരു ക്ലാസ് നടത്തി കൊടുക്കുന്ന ഒരു ലേഡിയാണ് ഈ പാർവതി കൃഷ്ണ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ. അപ്പോൾ അവർക്കെതിരെ ഒരു വീഡിയോ ആദ്യം ഒരാളിട്ട്, ലൂസിയ അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പേര്, അദ്ദേഹം ഇട്ടു. അദ്ദേഹം പറഞ്ഞു ഇത് സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇവരെ കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എന്താ ലിംഫാറ്റിക് ഫ്ലൂയിഡ് ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് കഴുത്തൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിച്ച് ഇവിടെ കൊണ്ട് കയറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ ഈ ഫേസിനകത്തിട്ട് അങ്ങ് വിക്രിയകളാണ്. അതിനിടക്ക് ചുണ്ടൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ചുണ്ടൊക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഉടനെ ആവും എന്നൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഫേസ് യോഗ എന്നുള്ളതല്ല, ഫേഷ്യൽ എക്സർസൈസ്. നമ്മളിത് പണ്ട് തൊട്ട് ഒരുപാട് വർഷമായിട്ടേ നമ്മളിതൊക്കെ അറിയാവുന്നവരാണ്. ഫേഷ്യൽ എക്സർസൈസ് ആണ്. പിന്നെ ഇതെനിക്കറിയാവുന്നത്, എനിക്കിതിനെക്കുറിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. ആദ്യം ഞാൻ അത് പറയട്ടെ. ഞാനൊരു അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റ് നിങ്ങൾ എന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അഡ്വക്കേറ്റ് അനഖ എന്ന് അടിച്ചു പോയാൽ ഗൂഗിളിൽ ആദ്യത്തെ ആൾക്കാരിൽ ഒരാൾ തന്നെയാണ്, ലീല അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പഠിച്ചത് ആർട്സ് വിഷയങ്ങളും നിയമ വിഷയങ്ങളുമാണ്. LLM എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ ബിരുദാനന്തര ബിരുദവും, അതുപോലെ തന്നെ പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MA എക്കണോമിക്സ്, MA പിന്നെ MBA. കാരണം ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ലോയുമാണ് എടുത്തിരിക്കുന്നത്, ബിരുദാനന്തര ബിരുദത്തിന് നിയമം LLM. അപ്പോൾ ഇങ്ങനെ പഠിച്ച ഒരാളാണ് ഞാൻ. LLB ബാംഗ്ലൂരാണ് പഠിച്ചത്, LLM കേരള യൂണിവേഴ്സിറ്റി ലോ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ പക്ഷേ അപ്പം എൻ്റെ ആർട്സും നിയമവുമാണ്. എക്കണോമിക്സ്, അതെനിക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ നിയമം, ഇത്രയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട്, മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഈ പഠിച്ച കോഴ്സുകൾ, ഞാൻ നിയമം പഠിച്ച ഒരാളാണെന്ന് കരുതി ഞാൻ കുറച്ച് ആൾക്കാരെ ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നു. എൻ്റെ ഫേസ്, ഞാനിപ്പോൾ 1-2 മൂവിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. 1-2 സീരീസ് ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പോൾ ചിലപ്പോൾ നാളെ എൻ്റെ ഫേസ് നിങ്ങൾക്ക് അല്ലാതെ തന്നെ പബ്ലിക്കിൻ്റെ മുന്നിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആവാം. അപ്പോൾ ഞാൻ വന്നിരുന്ന് ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് നിയമ അവലോകനം അല്ലെങ്കിൽ നിയമ അവയർനെസ് ക്ലാസ് എടുക്കുവാണ്. അപ്പോൾ അതിന് എനിക്ക് ഇത്ര ഫീസാണ്, എനിക്ക് 500 രൂപ വെച്ചിട്ട് ഫീസാണ്. നിങ്ങൾക്കെല്ലാം ഞാൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതാണ്. നിങ്ങൾ ആ കോഴ്സിന് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചെയ്യാം. ഞാനൊരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ആ സർട്ടിഫിക്കറ്റിന് എവിടെയാണ് വാല്യൂ ഉണ്ടാകുന്നത്?
പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു കാര്യങ്ങൾ നമുക്ക് യൂട്യൂബ് വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ യൂട്യൂബ് തന്നെ മോണിറ്റൈസേഷൻ ചാനലാകുമ്പോൾ നമുക്ക് കാശ് കിട്ടും. എൻ്റെ ഫേസ് ഫെമിലിയർ ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, നാളെ ഞാനൊരു ബ്യൂട്ടി ട്രിക്ക് പഠിച്ചു, ഞാൻ മേക്കപ്പ് പഠിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ പറയുകയാണ്, ഈ മേക്കപ്പിന് ഞാൻ മേക്കപ്പ് ക്ലാസ് എടുക്കാൻ പോവാണ്, കോസ്മെറ്റോളജി ഞാൻ പഠിച്ചിട്ടുണ്ട്, അപ്പം ഞാൻ ഇതിൻ്റെ ക്ലാസ് എടുക്കാൻ പോകണം, 500 രൂപയാണ് ഫീസ്, നിങ്ങൾ എല്ലാവരും വരും. അപ്പോൾ എൻ്റെ ഫേസ് ഫെമിലിയറായി എനിക്കൊരു ക്രെഡിബിലിറ്റി ജനങ്ങൾ തരുവാണ്. കാരണം ഞാൻ പറയുന്നത് സത്യമാണ്, ഞാൻ പറയുന്നത് റിയൽ ആണ് എന്ന് ഞാൻ എന്ത് ഫേക്ക് പറഞ്ഞാലും ജനങ്ങളെ അത് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് വിശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങളെ എന്നിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്ന് ഞാൻ നിങ്ങളുടെ കാശ് പിടുങ്ങുവാണത് ചെയ്യുന്നത്. ആ കാശ് പിടുങ്ങിയാൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ്, എനിക്കത് ഒഫീഷ്യലി പഠിച്ചു, ഞാൻ സയന്റിഫിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് പറയാം. ഞാൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ യൂണിവേഴ്സിറ്റി അണ്ടറിൽ പഠിച്ചതെല്ലാം ഞാൻ നിയമവും അതുപോലെ ആർട്സ് വിഷയങ്ങളുമാണ്. ഞാൻ സയന്റിഫിക് ആയിട്ട് മാത്സിലോ ഏതോ ബ്യൂട്ടി ആയിട്ടോ കോസ്മെറ്റോളജി ആയിട്ട് ബന്ധപ്പെട്ട് യാതൊരു സാധനവും പഠിക്കാതെ, അല്ലെങ്കിൽ ഞാൻ പോട്ടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതേപോലെ തന്നെ ഏതെങ്കിലും രീതി തട്ടിപ്പ്, യൂട്യൂബും കാര്യങ്ങളും തട്ടിപ്പ് നടന്ന ഒരാളുടെ കയ്യിൽ നിന്ന് പോയിട്ട് ഞാനത് മനസ്സിലാക്കിയിട്ട് ഞാൻ വന്ന് ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പ്രൊഫഷണലി ഇതാവുന്നത്, അതെങ്ങനെയാണ് കൃത്യമാവുന്നത്, എങ്ങനെയാണ് ട്രാൻസ്പെറൻസി ഉണ്ടാവുന്നത്. നമ്മൾ ഒന്നിൻ്റെ ഇതൊക്കെ ആൾക്കാരെ ഫീസ് വാങ്ങിക്കുവാണ്, കാശ് വാങ്ങിക്കുവാണ്. ഇത് ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് സ്വന്തം ഫേസ്, അവനവൻ്റെ ക്രെഡിബിലിറ്റി മറന്നുകൊണ്ട് അവനവൻ്റെ ഫേസിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് കാശ് വാങ്ങിക്കുന്ന അവസ്ഥയാണ്. ഇപ്പം ഞാൻ ഫാറ്റ് ലോസ് എന്ന് ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം കാണിക്കാം. നമ്മൾ ഓവറോൾ നമ്മുടെ ബോഡിയിലുള്ള വണ്ണം കുറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ ഫേസിൽ നമ്മുടെ വണ്ണം കുറയും. ഒരു 80 കിലോ ഉള്ള ഒരു മനുഷ്യൻ, 80 കിലോ അല്ലെങ്കിൽ 75 കിലോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ഫേസ് എപ്പോഴും പോകുമ്പോൾ എൻ്റെ ഫേസ് ഓൾറെഡി ഒട്ടിയ ഫേസ് ആണ്, പിന്നെ വണ്ണം കൂടിയപ്പോൾ എനിക്ക് ഫേസ് വണ്ണം കൂടി. ഒരു 5 വർഷം മുമ്പുള്ള എൻ്റെ ഫോട്ടോയാണ് ഗൈസ്, ഇത് കണ്ടോ, 5 വർഷം മുമ്പ്, ഇതാണ് കരിക്കുമല്ല, 5 വർഷം മുമ്പ് എൻ്റെ ഫേസിലുള്ള വണ്ണമാണ്. ഈ ഒരു മാസം മുമ്പുള്ള എൻ്റെ ഫേസിൻ്റെ വണ്ണമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് രണ്ടും സെൽഫിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ ഫേഷ്യൽ എക്സർസൈസ് ചെയ്തതായിരിക്കുന്നു. ഒരിക്കലുമല്ല. ഞാനിതെൻ്റെ ശരീരത്തിന് ആകമാന വണ്ണം കുറഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ മുഖം ഒട്ടിപ്പോയി. ഈ മുഖം ഒട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടും ആ മുഖം ഒട്ടി തന്നെ ഇരുന്നു. എനിക്ക് എൻ്റെ ഫേസ് ഒട്ടുന്ന ഇഷ്ടമല്ല. എനിക്ക് എല്ലാവരും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് എല്ലും ഉന്തിയില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ, എൻ്റെ വീട്ടിൽ പണ്ടൊക്കെ പറയും, നമ്മളൊന്ന് ക്ഷീണിച്ചാൽ പറയും അയ്യോ ഭക്ഷണം കഴിക്കാനില്ലാത്ത വീട്ടിലെ കൊച്ചാന്ന് പറയും, എന്തെങ്കിലും തിന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുത്തിക്കയറ്റി ആൾക്കാർ ഭക്ഷണം തരുമല്ലോ, പാരൻസ് ആയാലും. കാരണം കാണുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതെ വീട്ടിലാന്ന് തോന്നുന്നുള്ളത് വീട്ടുകാരുടെ ഒരു ഭയം കൊണ്ട് അവർ കുത്തിക്കയറ്റി തരും. അപ്പോൾ അവന് വണ്ണം വെക്കും. അപ്പോൾ ഈ ഫേസ് എപ്പോഴും ഗുമ്മെന്നിരിക്കുന്ന ഫേസ് നമ്മുടെ ശരീരത്തിൻ്റെ ആകമാന വണ്ണം കുറയുമ്പോൾ നോർമലി നമ്മുടെ വെയിറ്റ് കുറയുമ്പോൾ നമ്മുടെ മുഖം ഒട്ടൂല്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പം ഈ പാർവതി കൃഷ്ണ എന്ന് പറയുന്ന ലേഡി ഗർഭിണിയായിരുന്ന സമയത്തും പ്രസവിച്ച സമയത്ത് 80 കിലോ വെയിറ്റുകളുണ്ടായിരുന്നു. അതിനുശേഷം അവർ വെയിറ്റ് ലോസ് ജേർണി കൂടെ പോയിട്ട് അവർ വെയിറ്റ് കുറച്ച് ഒരു 60 കിലോയ്ക്കകത്ത് കുറച്ചപ്പോഴത്തേക്ക് 20 കിലോ വെയിറ്റ് കുറയുമ്പോൾ നോർമലി മുഖവും ഒട്ടും. ആ മുഖം ഒട്ടിയത് കാണിച്ചുകൊണ്ട് അവരവരെ ഫേസിനെ മാർക്കറ്റ് ചെയ്യാണ്. ഇതാണ് ഫേസ് യോഗ. ഞാനിത് ഫേസ് യോഗ ചെയ്ത് എൻ്റെ ഫേസ് ഇങ്ങനെയാക്കി എടുത്താണ്. എൻ്റെ ജോലിനൊക്കെ കൃത്യമായിട്ട് കാണാം. ഇതിപ്പോൾ എന്താ എൻ്റെ ജോലിയും കാണൂല്ലേ? എൻ്റെ ജോലിയും കൃത്യമായിട്ട് കാണാം. ഞാൻ ഒരു ഫേസ് യോഗയോ ഒരു ഫേഷ്യൽ എക്സർസൈസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ശരീരം തീറ്റി കുറച്ചു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ തീറ്റി കുറച്ചു. ഞാൻ രാത്രി 11 മണിക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ തിന്നും. എന്തെങ്കിലും നമ്മൾ ഡ്രാമ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യണം, നമുക്ക് ലീഗലായിട്ടുള്ള എന്തെങ്കിലും നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കേസസ് ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ രാത്രി ഞാനിരുന്ന് ചിപ്സും അതും ഇതൊക്കെ തിന്നുകൊണ്ടിരുന്നാണ് ചെയ്യുന്നത്. കാരണം ഉറങ്ങാതിരിക്കാൻ വേണ്ടി, ബോറടിക്കാതിരിക്കാൻ വേണ്ടി അതും ഇടയ്ക്ക് തിന്നും. ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. അപ്പം പിന്നെ നമ്മുടെ വണ്ണം ഓൾറെഡി ഇങ്ങനെ 70-70 മുകളിൽ ഇങ്ങനെ കൂടി. പക്ഷെ നമ്മൾ വണ്ണം കുറച്ചപ്പോൾ നമുക്ക് ജോലിയും വന്നില്ലേ? കണ്ടില്ലേ? ഇതെന്താ ജോലൈൻ അല്ലേ? ഇതൊന്നും ഒന്നും ചെയ്തതല്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫേസ്, എല്ലാ മനുഷ്യരുടെയും ഫേസിൽ ജോലൈൻ ഉണ്ട്. നമ്മുടെ വണ്ണം കുറയുമ്പോൾ നമ്മുടെ ജോലൈൻ വരും. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഗൈസ്. എനിക്കിങ്ങനെ ഒട്ടിപ്പിടിച്ച് കവള് ഉന്തി ഒരുമാതിരി ഇരിക്കുന്ന ഫേസ് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് ചബ്ബിയിട്ടിരിക്കുന്ന ഫേസ് തന്നെയാണ് ഇഷ്ടം. കാരണം അതാണൊരു ഭംഗി. നമ്മളെപ്പോഴും അതാണൊരു ക്യൂട്ട്നെസ്. നമ്മളിപ്പോൾ മഞ്ജു വാര്യർ ആ പണ്ടത്തെ ആ ഒരു ഫേസിൽ എന്തോ ഒരു രസമായിരുന്നു. എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. മഞ്ജു വാര്യരുടെ ഇപ്പോഴത്തെ ഫേസ് എനിക്ക് അത്ര ഇഷ്ടമേ അല്ല. കാരണം മഞ്ജു വാര്യർ ഒരുമാതിരിയുടെ എല്ലും തള്ളി ഭയങ്കര ഒരുമാതിരി ലീനായി, എല്ലും തൊലിയായി. നമ്മുടെ ശരീരത്തിന് കൂടി കുറച്ച്, ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് കൂടി കുറച്ച് വേണം. കാരണം ഇപ്പം എല്ലാം ഉണ്ട്, എല്ലാം കൃത്രിമമായിട്ട് പാഡഡ് ബ്രാസ് ഉണ്ട്, അതുപോലെ എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി അങ്ങനെ വെച്ചിട്ട് പോകും. പക്ഷെ എന്നാലും നമ്മുടെ ശരീരം നമുക്ക് കണ്ണാടി കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നണ്ടേ? അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന്, നമ്മുടെ എല്ലാ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് കുറച്ച് വണ്ണമൊക്കെ വേണം. നമ്മൾ വണ്ണം ഒരുപാട് കുറച്ചൊരു എല്ലും തോലും ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് തന്നെ ആരോഗ്യം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ പ്രോട്ടീൻ അല്ല പൊട്ടാഷ്യം മഗ്നീഷ്യം ഇതെല്ലാം സമ്പൽ സമൃദ്ധമായിട്ടുള്ള ആഹാരം ഡയറ്റും ഉണ്ടാക്കണം. ഞാനിപ്പം ഓവറായിട്ട് തിന്നുകൊണ്ടിരുന്ന സാധനം ഞാൻ കുറച്ചു. ഓവറായിട്ട് ഞാൻ രാത്രി 11 മണിക്ക് ശേഷമൊക്കെ ഫുഡ് കഴിക്കുന്ന ആ ഫുഡ് കഴിയെല്ലാം നിർത്തിയിട്ട് ഞാൻ ഒരു 8 മണിക്ക് മുന്നേ ഫുഡ് കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി. അതുപോലെ തന്നെ എക്സർസൈസ്, ഞാൻ ആഴ്ച 2 ദിവസം ഡാൻസ് ക്ലാസ്സിന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പറ്റുന്ന ദിവസം, എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ലോങ് ഡ്രൈവ് തിരിച്ചു വരുവാണെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാനൊരു 4 മുതൽ 5 കിലോമീറ്ററിനിടയ്ക്ക് ഞാൻ എല്ലാ ദിവസവും മാക്സിമം എല്ലാ ദിവസവും നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു ശരീരത്തിൻ്റെ എക്സർസൈസും നമ്മളുടെ ഭക്ഷണ ക്രമീകരണവും കൊണ്ട് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വണ്ണം കുറഞ്ഞാണ്. അല്ലാണ്ട് ഒരു ഫേസ് യോഗം ചെയ്ത് ഇവിടെ നിന്ന് എടുത്ത് വെച്ച് ഇവിടെ പിടിച്ച് കയറ്റി ഇവിടെ പ്ലംബിയാക്കി ഇവിടെ വലിച്ചു കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ വണ്ണമൊന്നും കുറയില്ല ഗൈസ്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ കാശ് തട്ടിക്കാൻ വേണ്ടി കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഇവർ എവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ സർട്ടിഫിക്കറ്റ് എന്താണ്? ഇവരേതെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് ആണോ? അല്ല. ഇവരെ പോലെ തന്നെ വേറൊരു സ്ത്രീ MBA കഴിഞ്ഞ ഒരു സ്ത്രീ അവരുടെ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയ ഒരു കമ്പനി അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു സംഭവം. ഇപ്പം കമ്പനി എന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അഡ്വക്കേറ്റാണ്. എൻ്റെ ബിസിനസ് സ്ഥാപനമാണ് അനഘ അസോസിയേറ്റ്സ്. അത് ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പ്രൊപ്രൈറ്റർഷിപ്പ് രജിസ്ട്രേഷൻ 2019 മുതൽ എനിക്കുള്ളതാണ്. അപ്പം എൻ്റെ കമ്പനിയിൽ നിന്ന് എൻ്റെ കമ്പനി ഉണ്ട്. ഞാനിപ്പോൾ എനിക്ക് കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുറേ എനിക്ക് മൂന്ന് കമ്പനികളുണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശിവപാർവതി പ്രൊഡക്ഷൻസ്, അതുപോലെ തന്നെ എനിക്ക് ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ എനിക്ക് അനഘ അസോസിയേറ്റ്സ് ഉണ്ട്, അമ്മൂസ് കാറ്ററിംഗ് സർവീസ് അല്ലെ അമ്മൂസ് കിച്ചൺ എന്ന് പറയുന്ന കാറ്ററിംഗ് സർവീസ് ഉണ്ട്. ഇപ്പോൾ ഇതേണൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളും രജിസ്ട്രേഷനുണ്ട്. നമ്മളും കുറേയൊക്കെ ഇടയ്ക്ക് ചെയ്തു, പിന്നെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റാതെ മാറ്റി വയ്ക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഏതെങ്കിലും ഇപ്പോൾ ഞാൻ ഒരു കാറ്ററിംഗ് അമ്മൂസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ചെയ്തിട്ട് സൊമാറ്റോയിലൊക്കെ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാലുണ്ട്. ഇപ്പോൾ തൽക്കാലം ടെമ്പററി അഥവാ പിന്നെ ക്ലോസ്ഡ് എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ കുറച്ച് കറി പൗഡറും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി, പിന്നെ അതെൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ അമ്മൂസ് കിച്ചണിൽ നിന്ന് കറി പൗഡറുകൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ അമ്മൂസ് കിച്ചണെ കുറിച്ച് അല്ലെങ്കിൽ എനിക്ക് ഷെഫിനെ കുറിച്ചോ അല്ലെങ്കിൽ കുക്കിങ്ങിനെ കുറിച്ചോ ഒന്നും സർട്ടിഫിക്കറ്റ് നേടിയിട്ടില്ല. അങ്ങനെ ഒരു ലേഡി അവരുടെ ബിസിനസ് വിജയിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഫേസ് യോഗ. കാരണം അവർ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സുകൾ വിൽക്കുന്ന ഒരു സ്ത്രീയാണ്. പിന്നെ അവർ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവരെന്തോ കോസ്മെറ്റോളജി എവിടുന്നോ പുറത്തുനിന്ന് പോയിട്ട് എന്തോ ഒരു ഡിപ്ലോമ കോഴ്സ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യോഗയുമായിട്ട് ബന്ധപ്പെട്ട് ആയുഷിന്റെ അണ്ടറിൽ യോഗയുണ്ട്. അത് ഫേസ് യോഗയല്ല. ഫേസ് യോഗ എന്ന് പറയുന്ന ഒരു ടേം ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി അണ്ടറിലും ഒരു കോഴ്സും ആരും നടത്തുന്നില്ല. ആദ്യം ഇത് മനസ്സിലാക്കി പാർവതി കൃഷ്ണ. വെറുതെ ഇരുന്ന് വിവരക്കേട് തന്ന് വിളിച്ചു പറയാതെ വീണ്ടും ഇപ്പോൾ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് തട്ടിച്ചത് പോരാഞ്ഞ് നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർക്കെതിരെ വീഡിയോ ഇടുമ്പോൾ അവരെ ഞാൻ ഇന്ന പഠിച്ചാണ് നിങ്ങൾക്കെതിരെ ഞാൻ ലീഗലി മൂവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂവ് ചെയ്യും. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് മൂവ് ചെയ്യുന്നത്? നമുക്കൊരു ഇപ്പോൾ ബ്രച്ച് ഓഫ് വയലൻസ്, നമുക്കിപ്പം നമ്മുടെ വയലൻസ് നമ്മൾ എന്തെങ്കിലും ഒരു നമ്മൾക്കെതിരെ ആരെങ്കിലും ഡിഫമേഷൻ ചെയ്യണം, നമ്മളെ അവരെ അപകീർത്തിപ്പെടുത്തുക. ഇത് അപകീർത്തിപ്പെടുത്തുമല്ല, നിങ്ങൾ ഒഫീഷ്യലി എന്താണ് പഠിച്ചത്? നിങ്ങൾ മെഡിക്കൽ ബോർഡ് അല്ലെ NMCയുടെ അണ്ടറിലോ അല്ലെങ്കിൽ NMC തന്നെ നാഷണൽ മെഡിക്കൽ കൗൺസിൽ NMCയുടെ അണ്ടറിലോ ആയുഷിൻ്റെ അണ്ടറിലോ ഏതെങ്കിലും ഒരു കോഴ്സ് മാക്സിമം ഫീഷ്യലുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സയന്റിഫിക് ആയിട്ട് നിങ്ങൾ എന്താണ് പഠിച്ചത്? അല്ലാണ്ട് സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് എടുത്തു വെച്ച് ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അത് വിശ്വസിക്കുന്ന പാവപ്പെട്ട ആൾക്കാരാണ്. അവർ നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഈ ഒരു പിന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്നുള്ള ക്രെഡിബിലിറ്റി ഉണ്ടായതുകൊണ്ട് അവർ നിങ്ങളെ വിശ്വസിച്ച് പോവാണ്. അങ്ങനെ നിങ്ങൾ ലക്ഷങ്ങളും കോടികളും നിങ്ങൾ ആൾക്കാരെ തട്ടിച്ചെടുക്കുകയാണ്. ഇതൊരു തട്ടിപ്പെന്നല്ലാതെ പിന്നെ നമ്മൾ എന്താണ് പറയുക? ഇത് യഥാർത്ഥമായിട്ടൊരു റിയൽ തട്ടിപ്പാണ്. സോഷ്യൽ മീഡിയ വഴി സ്വന്തം ഫേസ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്വന്തം പിന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കാണിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുവാണ്. ഒരു വിധത്തിൽ കുറച്ച് സംസാരിക്കാനൊക്കെ അറിയാവുന്ന ആൾക്കാരാകുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ പറ്റിക്കാൻ എളുപ്പമാണ്. മനുഷ്യന്മാർ നമ്മളൊരു സെലിബ്രിറ്റിയിലേക്ക് വന്നു നമ്മൾ പറയുന്ന എല്ലാ ആൾക്കാരും വിശ്വസിക്കും. നാളെ ഞാനിപ്പോൾ ഒരു സെലിബ്രിറ്റി ആയി കഴിയുമ്പോൾ ഞാനിപ്പോൾ ഒന്ന് രണ്ട് മൂവിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, സീരീസും ഡ്രാമ. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭട്ടാഭാഗ്യത്തിന് ഞാനും നമ്മൾ സിനിമ ചെയ്താലൊന്നും ആരും അറിയത്തില്ല. ഉള്ളത് പറഞ്ഞാലോ വല്ല ആങ്കറോ അതേപോലെ വല്ല എന്താ പറയണേ പെട്ടെന്ന് സീരിയലോ ഒക്കെ അഭിനയിക്കാൻ കിട്ടുവാണെങ്കിൽ നമ്മുടെ ഫേസിൽ പെട്ടെന്ന് ഫെമിലിയർ ആവും. അല്ലാതെ നമ്മൾ മൂവി ചെയ്താലൊന്നും നമ്മളൊന്നും ഫെമിലിയർ ആവില്ല. കാരണം മൂവി എന്നൊക്കെ പറഞ്ഞാൽ വല്ലപ്പോഴും നമ്മൾ ഇന്നിപ്പോൾ അഭിനയിച്ച 3 വർഷം കഴിയാക്കി സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമ്മൾ വന്നിരുന്ന് പറയുന്ന കാര്യത്തിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവണം. നമ്മൾ പറയുന്നത് സൊസൈറ്റി നമ്മളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ പറ്റിക്കാൻ ശ്രമിക്കരുത്. നമ്മൾ പറയുന്നതിന് ഒരു ക്രെഡിബിലിറ്റിയോട് കൂടി പറയണം എന്നുള്ളതാണ് ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാരെ പറയുന്നത്. അല്ലാണ്ട് അവർക്കതൊരു ലീഗലി മൂവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ആർക്കും ആരെയും മാന്യമായ ഭാഷയിൽ ആർക്കും ആരെയും വിമർശിക്കാനുള്ള അവകാശമുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും. ഇതേ കണക്കുള്ള ലക്ഷങ്ങളും കോടികളും ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് തട്ടിച്ചെടുക്കുമ്പോൾ തീർച്ചയായിട്ടും വിമർശിക്കപ്പെടും. നമ്മൾ ഫാറ്റ് കുറയ്ക്കാൻ ഇത് ഫേഷ്യൽ എക്സർസൈസ് ചെയ്യാം. അതൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ വീഡിയോ ഇട്. ഇത് ക്ലാസ് നടത്തുമ്പോഴല്ലേ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ക്ലാസ്സുകളൊക്കെ നടത്തി കാശ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. അല്ലാതെ നിങ്ങൾ യൂട്യൂബ് തന്നെ കാശ് തരുമല്ലോ. നിങ്ങളൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ പോലെ 50-100 ആൾക്കാരല്ല കാണുന്നത്. നിങ്ങളെയൊക്കെ പോലുള്ള ആൾക്കാർ ഇടുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കാണുന്നത്. അപ്പോൾ തന്നെ യൂട്യൂബിൽ നിന്ന് നല്ലൊരു ഇൻകം ഏൺ ചെയ്യാം. അതുപോലെ അല്ലാതെ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് വെട്ടിപ്പും തട്ടിപ്പും നടത്തുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നവരെ അങ്ങോട്ട് മൂക്ക് കളിച്ച് കയറ്റും. ഞങ്ങളങ്ങ് കോടതി കയറ്റും, പോലീസ് കയറ്റും എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. പോലീസ് കയറ്റി അവർ ചിലപ്പോൾ കേസ് എടുക്കുമായിരിക്കും. അത് കഴിഞ്ഞ് കോടതിയിലോട്ട് എല്ലാം എടുത്ത് വലിച്ചവരെ ദൂരെ കളയും. തിരിച്ച് ഈ വ്യക്തിക്ക് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാം മാനനഷ്ടത്തിന്. കാരണം അവരുടെ കോടതി ചിലവരെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിച്ചു. നമ്മുടെ പാർവതി കൃഷ്ണയുടെ തട്ടിപ്പ് ഫേസ് യോഗ എന്നുള്ള ടേം തന്നെ ഇല്ല. അങ്ങനെ ഒരു ഫേഷ്യൽ എക്സർസൈസ് ഫേസ് യോഗ എന്ന് പറയുന്നത് തന്നെ ടേം തന്നെ ഒരു തട്ടിപ്പിന്റെ ഭാഗമാണ്. കുറേ സെലിബ്രിറ്റി സ്വാസിയൊക്കെ പോലുള്ള സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ് റിസൾട്ട് എന്നൊക്കെ പറഞ്ഞ് അതും കൂടി കൊണ്ടുവന്ന് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം പേജിൽ. അതൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്രിട്ടിസൈസ് ആയിരുന്നത്. പക്ഷേ എനിക്ക് സമയമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ വരുന്നത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.